പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ശനിയും ഞായറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകണ്ടല്ലോ. അതുപോലെയാണ് എനിക്ക് ഞായറാഴ്ച എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഒരു ദിവസം വീട്ടിലിരിക്കാൻ കൊതിയാണിപ്പോൾ. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസമാട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. രാവിലെ തന്നെ പരിപാടികളൊക്കെ ഒതുക്കി തീർക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക എന്ന് പറയുന്നത് തേൻ വരിക്ക ചക്കയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളതിൽ നന്നായിട്ട് ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്കിത് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചിയാട്ടോ തന്നത്. ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ അമ്മയുടെ തനി ഫേസാണ് ശരിക്ക്. എനിക്കതിനെ കാണുമ്പോൾ എൻ്റെ അമ്മനെ ആട്ടോ ഓർമ്മ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാനും ഏട്ടനും കൂടി താളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. താളും കുറച്ച് കൂമ്പും കൂടി പറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ വിത്തും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്തൊന്നും ഉണ്ടായിരുന്നില്ല. പറിച്ചപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പറിച്ചത്. പക്ഷേ ഉണ്ടായിരുന്നില്ല. ഇത് തെങ്ങിൻ്റെ ഒരു വേരിലായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വിത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് നമ്മൾ വെള്ളരിയും കാര്യങ്ങളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു, പടർത്തി കൊടുത്തു. അത് കഴിഞ്ഞതാ ഇപ്പുറത്തുനിന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ പറിച്ചില്ല. കാരണം ഇനി അതിലും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറിക്കാനൊന്നും നിന്നില്ല. അപ്പോഴേക്കും എന്താ നമുക്കൊരു മീഷോന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ നല്ല ഭംഗിയില്ലേ ദേവിയുടെ ഒരു ഫേസും അതുപോലെ തന്നെ ഒരു വെള്ളി കുടം ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 2000 അത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ റേറ്റ്. ഇത് പൂജയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അട ഉണ്ടാക്കാനായിട്ടുള്ളൊരു പൂതി എന്ന് പറയില്ലേ, അത് തിന്നാനായിട്ട്. ഈ ഒരു ഇല എന്ന് പറയുന്നത് പരുത്തി ഇല എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാറുള്ളത്. എൻ്റെ അമ്മയൊക്കെ പണ്ട് ഈ ഒരു ഇല വെച്ചിട്ട് തന്നെയാണ് എനിക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് കേട്ടോ. വാഴയില ഉണ്ടെങ്കിലും ഈ ഒരു ഇലയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയുടെ അടയൊക്കെ. അപ്പം ഞാൻ അമ്മ ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചില ടേസ്റ്റൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തിന്നിട്ടുള്ളത് വീണ്ടും വീണ്ടും തിന്നാനായിട്ട് നമുക്ക് തോന്നില്ലേ. അപ്പോൾ അങ്ങനെ ആട്ടോ ഞാനും ഉണ്ടാക്കിയത്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് നമ്മുടെ. അപ്പോൾ അവിടെ പെരുന്നാളായതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതാട്ടോ. അങ്ങനെ അവർക്കും അടയും ചായയൊക്കെ കൊടുത്തു. എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.